ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് തക്കാളി രസമാണ്, ടൊമാറ്റോ രസം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ പുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി നിങ്ങൾ പിഴിഞ്ഞു വയ്ക്കണം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ കുരുമുളക് ഒന്ന് ചതച്ചെടുക്കണം. അതേപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ചതച്ചെടുക്കണം. അപ്പോൾ ഇത് രണ്ടും ഞാനൊന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിലൊന്ന് ചതച്ചെടുക്കണം. ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രസം തയ്യാറാക്കാം. സ്റ്റൗ കത്തിച്ച ശേഷം ഒരു പാത്രം വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ചതച്ച് വെച്ച ജീരകവും കുരുമുളകും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളിയാണ് ചേർക്കേണ്ടത്. ഞാൻ വലിയ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല. എരിവിനായിട്ട് കുരുമുളക് പൊടിയും മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം മസാലപ്പൊടിയൊക്കെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ 2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ രസം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിലേക്ക് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോഴാണ് രസത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ കായപ്പൊടി കയ്യിലുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ തക്കാളി രസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.